ومن أخلاقهم رضي الله تعالى عنهم അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാൻ പറഞ്ഞ ഔലിയാക്കൾ, സൂഫിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെ സ്വഭാവ ഗുണങ്ങൾ എണ്ണി വരികയാണല്ലോ. അതിൽപ്പെട്ട ഒന്നാണ് താഴെ പറയാൻ പോകുന്ന സ്വഭാവം. അതെന്താണ്? കസറത്തുൽ വസ്വായ മിൻ ബഅദിഹിം ലിബഅദ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാര്യങ്ങളെ കൊണ്ട് ഉപദേശിക്കുക, വസിയത്ത് ചെയ്തു വരും. ഇത് നല്ലോണം ചെയ്യും, വസിയത്ത് നല്ലോണം ചെയ്യും. വൽഅശ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്ന സൂറത്ത് പറഞ്ഞല്ലോ. അപ്പൊ ആ വസിയത്ത് ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, വഖബൂലിഹിമുൽ മവാഇദ വശുക്രിഹിമുൽ വാഇദ, ഉപദേശം നല്ലോണം ഇവർ സ്വീകരിക്കും. ആരുപദേശിച്ചാലും സ്വീകരിക്കും. ഉപദേശിക്കുന്ന ആൾക്ക് അവർ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ മഹാന്മാരുടെ സ്വഭാവം. നമുക്ക് പറ്റിയത് മാത്രം എടുക്കും, നമ്മൾ അല്ലാത്തൊക്കെ തള്ളും. പറഞ്ഞ ആൾക്ക് ശൈലി ഇല്ലെങ്കിൽ നമ്മളാൾ കുറ്റപ്പെടുത്തും. പറഞ്ഞ ആളെ വിഷയം തെന്നിപ്പോയ എന്താണ് പറഞ്ഞത് കളിയാക്കും. അയാളായത് മോശമായി. ഇതൊക്കെ നമ്മൾ പറയാം. ഈ മഹാന്മാർ അങ്ങനെയല്ല. അത്ര ഉപദേശം തന്നല്ലോ, അൽഹംദുലില്ലാഹ് ശുക്ർ ചെയ്യും. ഓരോ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അവിടെ അഭിപ്രായ പ്രകടനം നടത്താറില്ല. പിന്നെ ഇവരിൽ ആരെങ്കിലും ഒരാൾ ഒരു സതുപദേശം ചെയ്തിട്ടുണ്ടെങ്കിൽ വാജിബായിരിക്കുന്ന ഹക്കെന്ന് വാജിബ്, ഒരു വാജിബായ ഹക്ക് കൊണ്ട് അവർ നിറവേറ്റി എന്ന് അഭിപ്രായപ്പെടാറില്ല. അങ്ങനെ അഭിപ്രായപ്പെടാറുമില്ല. ഓരോ അഹ്സനയിലെ മതദ്ദഹറ്, കാലാകാലം തന്നെ അവരിലേക്ക് ആര് ഇഹ്സാൻ ചെയ്താലും അതുകൊണ്ട് ഒരു വാജിബായ ഒരു സംഗതി ഒരു വീട്ടിൽ നിന്നുള്ള അഭിപ്രായം അവർക്ക് വരാറില്ല എന്നാണ്. അത്രത്തോളം നിഷ്കളങ്കരും പിന്നെ വളരെ ഹൃദയന്മാരുമാണ് ഇവർ. ഉപനാലിക്ക എന്താ ഇങ്ങനെയൊക്കെ ഇത് വരാൻ കാരണം? ഉഖ്റവിയായിരിക്കുന്ന ഏത് കാര്യം എടുത്തു നോക്കിയാലും ദുന്യാവിന് പല ആവശ്യങ്ങളും പല ചരക്കുകളും ഉണ്ട്. അതുമായി തുലനപ്പെടുത്തുവാനോ നേടിയിപ്പിക്കപ്പെടാനോ പറ്റില്ല. അപ്പൊ അത് വേറെ തന്നെ ആയിരിക്കണ്ടേ. ആ ഒരു ചിന്ത കൊണ്ടാണ് ഉഖ്റവിയ നേട്ടത്തിലേക്ക് മാത്രം ചിന്തിച്ചത്. നോക്കൂ, വഖദ് ഖാല റജുലുൻ ഹസനുൽ ബസരി റഹിമഹുല്ലാഹു തആല, ഒരാൾ വന്നിട്ട് ഹസൻ ബസരി തങ്ങളോട് പറയണം, ഔസിനി, നിങ്ങൾ എനിക്ക് വസിയത്ത് ചെയ്തിടണമെന്ന് പറഞ്ഞു. ആ വഖാലഹു, ഹസൻ ബസരി തങ്ങൾ ആ ചോദ്യകർത്താവ് പറഞ്ഞു കൊടുക്കണമെന്ന് അറിയാമോ, ഐസ അംറല്ലാഹി ഐസമാ കുൻത, നീ ഏത് രാജ്യത്താണെങ്കിലും ഏത് പ്രദേശത്താണെങ്കിലും, നീ കടലിലും കരയിലും ആകാശത്തായാലും എവിടെയായാലും വേണ്ടില്ല, അള്ളാന്റെ ആജ്ഞകളും അള്ളാഹു തന്റെ കൽപ്പന നല്ല യോഗ്യമാക്കി മുറുകെ പിടിക്കണം. എന്നാൽ യുഇസ്സുക അല്ലാഹു ഐസമാ കുൻത, നീ എവിടെയാണെങ്കിലും അള്ളാഹ് നിന്നെ യോഗ്യനാക്കും. ആരെ മുന്നിലായാലും അള്ളാഹ് നിന്നെ വെറുതെ വിടില്ല. അള്ളാഹു തന്റെ യോഗ്യത നിനക്ക് ലഭിക്കണമെങ്കിൽ അള്ളാന്റെ ആജ്ഞ നീ യോഗ്യമായി കാണേണ്ടതുണ്ട് എന്നാണ് വസിയത്ത് ചെയ്തു കൊടുത്തത്. എന്നാൽ വഖാൽ റജുലുൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് വേറെ ഒരാൾ വന്നിട്ട് വസിയത്ത്, ഔസിനി, നിങ്ങൾ എനിക്ക് വസിയത്ത് ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടു. വഖാലഹു, വസിയത്ത് ആവശ്യപ്പെട്ട വ്യക്തിയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തങ്ങൾ പറഞ്ഞ വാക്ക് എന്താണ്? യഹ്ദർ അൻ തകൂന മിമ്മൻ യുഖാലിഫു സ്വാലിഹീന വലാ യന്തഫിഉ ബിഹിം ഔ യലൂമുൽ മുദ്നിബീന വലാ യജ്തനിബു ദുനൂബ ഔ മിമ്മൻ യൽഅനു ശൈത്വാന ബിൽ അലാനിയതി വയുതിഉഹു ബിസ്സിർരി. നല്ല ഉപദേശം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണെന്ന് അറിയാമോ? മഹാൻ പറഞ്ഞു കൊടുത്ത മറുപടി, സഹോദര, നീ പേടിക്കണം. അൻ തകൂന മിമ്മൻ യുഖാലിഫു സ്വാലിഹീന വലാ യന്തഫിഉ ബിഹിം, സച്ചരിതരായ അഖിലി ബൈത്തുകാരും സാലിഹ്യങ്ങളുമായിരിക്കുന്ന നേതാക്കന്മാർ, ഇങ്ങനെയുള്ള പല മഹാന്മാരുണ്ടാവും. അവരോട് ഇങ്ങനെ ഇടപഴകി ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ അവർ ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യില്ല. അപ്പൊ അവരെ കൊണ്ട് യാതൊരു ഉപകാരം എടുക്കാതെ അവരുമായി നല്ലോണം കൂടിച്ചേർന്ന് ജീവിക്കുന്ന ഒരാളുണ്ട്. അത്തരം കാര്യം സൂക്ഷിച്ചോളുന്ന. അത് സാലിഹ്യങ്ങളുമായി ഇടപഴകിയിട്ട് അതുകൊണ്ട് ഉപകാരമില്ലെങ്കിൽ അത് അപകടം ഉണ്ടാവുള്ളൂ. അത് ശ്രദ്ധിക്കണം. സാലിഹ്യങ്ങളുമായി കൂടുമ്പോൾ അവരുടെ ജീവിത രീതി മനസ്സിലാക്കി അങ്ങനെ ജീവിക്കണം. അതാണ് ഉപകാരം. അതില്ലെങ്കിൽ വേണ്ട. രണ്ടാമത് മകൻ പറഞ്ഞു കൊടുത്തത് ഔ യലൂമുൽ മുദ്നിബീന വലാ യജ്തനിബു ദുനൂബ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വല്ലാത്ത മോശക്കാർ, എന്ത് പണിയോ ചെയ്തത്, ചെയ്യാൻ പാടത്, അങ്ങനെ പറയാം. അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളെ കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യും. ഇവൻ സ്വയം തെറ്റ് ചെയ്യുന്നുണ്ട് എന്നാട്ടോ. ഈ പറയുന്ന വ്യക്തി തെറ്റ് ഒഴിവാകുന്നില്ല. തെറ്റ് ഒഴിവാകാതെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ തെറ്റ് ചെയ്യുന്ന ആളുകൾ ആക്ഷേപിക്കും. അത്തരം കാര്യം സൂക്ഷിച്ചോ, അതൊരു കാര്യമില്ല. അപ്പം
അല്ലെങ്കിൽ പരസ്യമായിട്ട് ഷെയ്ത്താന്റെ പേര് കേൾക്കുമ്പോൾ ആയത്തുള്ളാഹ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ കൂട്ടത്തിൽ ആവരുത്. എന്താ, രഹസ്യമായിട്ട് അവന്റെ എല്ലാ പ്രവണതകളും അവന്റെ എല്ലാ ചര്യകളും പിൻപറ്റുകയും പരസ്യമായിട്ട് ഷെയ്ത്താൻ ശ്രമിക്കുകയും ചെയ്യും. അത് കാര്യമില്ല. അപ്പൊ ഇത്തരം ആളുകളെ കൂട്ടത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചോ. അപ്പൊ ഒന്ന് പറഞ്ഞത് എന്താ, താലീമുമായി കൂടെ കൂടിയിട്ട് ഉപകാരമില്ലാതിരിക്കുക. രണ്ടാമത് പറഞ്ഞത് തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തുകയും സ്വയം തെറ്റുകയും ചെയ്യുകയും ചെയ്യുക. മൂന്നാമത് പറഞ്ഞത് പരസ്യമായിട്ട് സദസ്സുകളിലും ആൾക്കാരെ മുന്നിൽ ഷെയ്ത്താൻ ആരത്തുള്ളാൽ ചെല്ലുക. സ്വകാര്യമായിട്ട് ഷെയ്ത്താൻ എല്ലാ ഇച്ഛകൾക്കും വാങ്ങിക്കൊടുക്കുക. ഇത്തരം 3 കാര്യങ്ങൾ അകപ്പെട്ടു പോകുന്നത് ശ്രദ്ധിച്ചോ. ഇത്തരം ആളുടെ കൂട്ടത്തിൽ ആവരുത് എന്നാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല തന്റെ ചോദ്യകർത്താവ് കൊടുത്ത മറുപടിയിൽ. എന്നാൽ മറ്റൊരാൾ ചോദിക്കുന്നു ഫുളൈൽ ബിൻ ഇയാദ് തങ്ങളോട്. വഖാൽ റജുലുൽ ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി തആല, ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി തആലയോട് ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഔസിനി, നിങ്ങൾ എനിക്ക് വസിയത്ത് ചെയ്തു തരണം എന്ന് പറഞ്ഞു. വഖാലു, അപ്പോൾ ഫുളൈൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ മാത്ത വാലിദുക, നിന്റെ പിതാവ് മരിച്ചു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആനാം, അപ്പോൾ ഫുളൈൽ തങ്ങളോട് ഈ ആഗതൻ പറയുന്നു, ചോദ്യകർത്താവ് പറയാണ്, അതെ മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. വഖാലു, അപ്പൊ പിന്നെന്താണ് ഫുളൈൽ തങ്ങൾ പറഞ്ഞു കൊടുത്തത് അയാളോട്, അന്നി, നീ എന്നെ തൊട്ട് നീച്ചു പോയിക്കോ, എന്നെ തൊട്ട് നീച്ചു പോയിക്കോ, എന്റെ അടുത്ത് ഇരിക്കണ്ട, എനിക്ക് ഉപദേശിക്കാൻ കഴിയില്ല. കാരണം പിതാവ് മരിച്ചതിന് ശേഷം പിന്നെ ഒരു ഉപദേശം തേടി വരുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ ഉപദേശിക്കുന്ന എനിക്ക് ആവശ്യമില്ല. ഒരുത്തൻ, അങ്ങനത്തെ ഒരുത്തൻ യഹ്താജു, അവൻ ആവശ്യപ്പെടുന്നു, ഇലാമൻ ഒരാളിലേക്ക്, യഹ്ലു അവന് ഇവൻ വാല് പറഞ്ഞു കൊടുക്കും, ബാദ മൗതി വാലിദിഹി, അവന്റെ പിതാവ് മരിച്ചു. അപ്പൊ സ്വന്തം പിതാവ് മരിച്ച ശേഷം പിന്നെ ആ പിതാവിന്റെ മകൻ ചെന്നിട്ട് വേറെ ഒരാൾ ചെന്നിട്ട് ഉപദേശം തേടുകയാണെങ്കിൽ അങ്ങനെ തേടുന്ന ഒരാൾ, ആവശ്യപ്പെടുന്ന ഒരാള് ലാ യന്തവിധത്തുൻ, അയാളോട് ഉപദേശം പറഞ്ഞു കൊടുത്താൽ അവർക്ക് വിവരിക്കൂല. അപ്പൊ പിതാവ് മരിച്ചു പോയതിനു ശേഷം പിന്നീട് ഉപദേശം തേടി വരുമ്പോൾ അയാൾക്ക് ഉപദേശം കൊടുത്താൽ ഉപകരിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? തന്റെ പിതാവ് മരിച്ചുപോയി, അതേ ഒരു അവസ്ഥ എനിക്കുണ്ട്. അപ്പൊ പിതാവിന്റെ മരണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, പിതാവിന്റെ മരണം പാഠമാക്കിയില്ല എന്നതിന്റെ അർത്ഥം. ആ പിതാവിന്റെ മരണത്തെ കുറിച്ച് ചിന്തിക്കാതെയും പാഠമാക്കാത്ത ആൾക്കാരോട് പിതാവ് വഫാത്തായതിനു ശേഷം ഉപദേശം തേടിയാൽ ഒരു ഉപകാരം കിട്ടുകയില്ല. അതൊറ്റ വസിയത്ത് തീർന്നവിടെ. അതങ്ങനെ കഴിഞ്ഞു. മുഹമ്മദ് ബിൻ വാസി റഹ്മത്തുള്ളാഹി തആല ഔസിനി, ഒരാൾ വന്നിട്ട് മുഹമ്മദ് ബിൻ വാസിയെ തങ്ങളോട് വസിയത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ വാസിയെ തങ്ങൾ വസിയത്ത് തേടി വന്ന ആളോട് പറഞ്ഞു, ഉൻ മലിക്കം ഫിദ്ദുന്യാ വൽ ആഖിറത്തി എന്ന് പറഞ്ഞെടുത്തത്. ദുനിയാവിലും ആഖിറത്തിലും രാജാവാന്ന് നോക്കിക്കോന്ന്. ഇവിടെയും രാജാവാണ്, ആഖിറത്തും രാജാവാണ്, അങ്ങനെ ആയിക്കോ എന്ന് പറഞ്ഞു. കാല, അപ്പോൾ ചോദ്യകർത്താവ് സംശയം, കൈവതാലിക്ക, അതിപ്പോ എങ്ങനെയാകുക? ഇവിടെ ആഖിറത്തിലേക്ക് ഒരു രാജാവാകുന്നില്ല, ഇപ്പൊ എങ്ങനെയാ? ദുനിയാവിൽ രാജാവാണ് നമുക്ക് മനസ്സിലാക്കാം, ആഖിറത്തിൽ ഇപ്പൊ എങ്ങനെയാണ്? അപ്പൊ അയാൾ മനസ്സിലാക്കിയ രീതി പച്ചു. അപ്പൊ തിരുത്തി കൊടുത്തു. കാല, അപ്പോൾ മഹാൻ പറഞ്ഞു കൊടുക്കുകയാണ്, മുഹമ്മദ് ബിൻ വാസിയെ തങ്ങൾ പറയാണ്, ഇസ്ഖദ് ഫിദ്ദുനിയ, ഈ പ്രപഞ്ചത്തിന് സായിജാ ജീവിക്കണം, ദുനിയാവുമായി ബന്ധപ്പെടണ്ട, ദുനിയാവ് നാശത്തിലേക്ക് ചിന്തയായി കഴിഞ്ഞു പോയിക്കോർന്നു. ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ വഖാലഹു റജുലു ജിദ്നിയും, അപ്പൊ അയാൾക്ക് പിടികിട്ടി, നന്മയുടെ വഴിയാണല്ലോ ഈ പറഞ്ഞത്. അപ്പൊ പിന്നെ അയാൾ പറയുകയാണ് മുഹമ്മദ് ബിൻ വാസിയെ തങ്ങളോട്, കൂടുതൽ നൽകിയും എനിക്ക് കൂടുതൽ ഉപദേശം തരണം എന്ന് പറഞ്ഞു. ഖാലഹു, അപ്പോൾ മുഹമ്മദ് എന്നവര് ഇയാൾക്ക് പറഞ്ഞു കൊടുത്തു, ഇജ്അൽ നഫ്സക ദനബൻ, നിന്റെ നഫ്സിനെ ഒരു വാൽക്കുറ്റിയാക്കി മാറ്റിക്കളാം. വജ്ലിസ് ഇലന്നാസി, ജനങ്ങളെ കൊണ്ട് നീ ഇരുന്നോ. വലാ തജ്അൽ നഫ്സക റഅസൻ, നിന്റെ ശരീരത്തെ നീ ഹെഡാക്കി മാറ്റണ്ട. ഓ തൊത്തരു മിന്നും, എത്തരത്തിൽ നീ അവരിന്ന് തേടും, ആ യജ്ലിസു ഇലൈക, അവർ നിന്നിലേക്ക് ഇരിക്കാൻ. അപ്പൊ എല്ലാവരും നിന്നെ കൊള്ള വന്ന് ഇരിക്കണം. അങ്ങനെ ഇരിക്കുന്ന രീതിയിൽ നീ വലിയൊരു ഹെഡായിട്ട് നല്ലൊരു സ്റ്റേജിൽ നേതാവായിട്ട് ആകാൻ സമയണ്ട. നീ ഒഴിവായിട്ട് എന്താണ്, എല്ലാവർക്കും പിറകിൽ പോയിക്കോ. ജനങ്ങളൊക്കെ നേതാക്കന്മാരാകുന്നുണ്ട്. അപ്പൊ ജനങ്ങളെ കൊള്ള പോയി ഇരുന്ന് ആ ജനങ്ങളുടെ വേക്കിലാടിയിരിക്കണം, തലവനായിരിക്കണ്ട. ഇത് ഏറ്റവും വലിയൊരു ഉപദേശം തന്നെയാണ്. കാരണം ഇത് പൊതുവെ ആരും ഇഷ്ടപ്പെടാത്ത ഒന്നാണല്ലോ. എല്ലാരും മുന്നിക്ക് വരട്ടെ, ഞാൻ നേതാവട്ടെ എന്ന് ആഗ്രഹിക്കൂലേ? അപ്പൊ അതിനെ തടയിട്ടു ഈ ചോദ്യകർത്താവിന് മഹാനവറുകൾ. വഖദ് ദഖല ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല യൗമൻ അലാ ആബിദിൻ,
അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആബിദ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തങ്ങൾ കടന്നു വന്നു. എന്നിട്ട് വഖാല ലഹു, ഈ ആബിദിനോട് ഉമർ എന്നവർ ചോദിച്ചു, ജിഅ്തുക ലി അജലി അൻ തഅലനി. അപ്പൊ ആബിദിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് എന്തിനറിയോ, നീ എനിക്കൊരു ഉപദേശം തരണം, നിന്റെ ഉപദേശം തേടിക്കൊണ്ടാണ് ഞാൻ വന്നത്. ബഹുമാനപ്പെട്ട ഉമർ എന്നവര് വലിയ ആളാണല്ലേ, ബഹുമാനപ്പെട്ടവര് ഖലീഫി അമീറൊക്കെ ആയിട്ടുണ്ട്, കാലത്ത് തന്നെ ഇൽമു തേടി അടക്കാണ്. അതാണ് രാജാക്കന്മാരായാലും വിനയാനിതരായി ജീവിക്കവരൊക്കെ. അപ്പൊ ഈ ആബിദിന്റെ അടുത്ത് എന്നിട്ട് പറയാണ്, നീ എനിക്ക് ഉപദേശം തരണം എന്ന് പറഞ്ഞു. വഖാലുൽ ആബിദു, അപ്പോൾ ഈ ആബിദായ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ അലിംത അന്നക മിമ്മൻ അല ലൗ അലിംതു അന്നക മിമ്മൻ യഖാബുല്ലാഹു തആല ലവഅൽതുക. ഒരൊറ്റ വാക്ക്, താങ്കൾ അല്ലാഹു തആലയെ ഭയപ്പെട്ട് പേടിച്ച് ഭയവിഹ്വലനായി കഴിയുന്ന ഒരാളാണെന്ന് ഞാൻ അറിയണം. അങ്ങനെ ഞാൻ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉപദേശം തരാതെ ഒറ്റ വാക്കാ. ഈ വാക്കിലൂടെ തന്നെ കലാമിഹി, ഈ ആബിദിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഉമർ എന്നവർ തൽക്ഷണം ബോധരഹിതനായി വീണു. അപ്പൊ നോക്കൂ, ആ ഉപദേശം തേടിയ രീതിയും ഉപദേശം കൊടുത്ത രീതിയും അപ്പോൾ ഉണ്ടായിരുന്ന ഫലവും. ഇതായിരുന്നു മഹാന്മാരുടെ ജീവിതം. നമ്മൾ തേടിപ്പോകും, പോയാൽ തന്നെ നമുക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. നമ്മൾ ചിലപ്പോൾ പരിഹാസിക്കും, ചിലപ്പോൾ കൊഞ്ഞനം കാട്ടും, ചിലപ്പോൾ ചിരിക്കും. ഇതൊക്കെ ആയിരിക്കും. നമ്മളെ ഉപദേശം കേൾക്കാനിരിക്കൂല, അയാൾ എങ്ങനെയൊക്കെ നോക്കും, പറ്റും സ്വീകരിക്കും, ഒരു അഭിപ്രായം രേഖപ്പെടുത്തി പോരും, മനസ്സിന്റെ ഉള്ളിൽ തട്ടൂല. ഇവർക്ക് ഉപദേശം തേടലും പറഞ്ഞു കൊടുത്ത മനസ്സിന്റെ അകത്തേക്ക് തട്ടുകയും ചെയ്യുകയാണ്. ഇനി പറയട്ടെ, മഹാൻ അവർ പറയുന്നു, റഅയ്തു അബൽ അബ്ബാസ് ഖദർ അലൈഹിസ്സലാം. അപ്പൊ ഖിദർ നബി അലൈഹിസ്സലാമിന്റെ പേര് ഇപ്പൊ എന്താണ്? അബൽ അബ്ബാസ് എന്ന് മനസ്സിലായി. അബൽ അബ്ബാസ് ഖിദർ നബി അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടു. എവിടെ? ബിൽ മദീനത്തിൽ മുശറബത്തി, മദീന വെച്ച് കണ്ടു. ഫഖുൽതു ലഹു, അങ്ങനെ ഖിദർ നബി അലൈഹിസ്സലാമിനോട് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന മഹാൻ പറഞ്ഞു, ഔസിനി, ഖിദർ നബിയെ നിങ്ങൾ എനിക്ക് ഉപദേശം നൽകണം, വസിയത്ത് ചെയ്യുന്നു പറഞ്ഞു. ഫഖാല, അപ്പോൾ ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇയ്യാക യാ ഉമർ, ഉമറേ, അൻ തകൂന വലിയ്യൻ ലില്ലാഹി തആല ബിൽ അലാനിയതീന, പരസ്യമായിട്ട് നിങ്ങൾ അല്ലാഹു തആലാന്റെ ഒരു ഔലിയായി വരാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു വലിയാകും, ആ വലിയാകെ നിങ്ങൾ പേടിക്കണം എന്നർത്ഥം. വഅദുവല്ലഹു ഫിസ്സിരി, രഹസ്യത്തിൽ അള്ളാഹുവിന്റെ ശത്രു ആവുക, പരസ്യത്തിൽ അള്ളാഹു തആലയുടെ വലിയാവുക, അക്കാര്യം ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? രഹസ്യവും പരസ്യത്തിനും അള്ളാഹുവിന്റെ വലിയാവണം. രഹസ്യം മറ്റൊന്നും പരസ്യം മറ്റൊന്നുമായാൽ പറ്റുകയില്ല എന്നൊരു ഉപദേശമാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾക്ക് ഖിദർ നബി അലൈഹിസ്സലാം കൊടുത്ത ഉപദേശം മതിയല്ലോ. വഖദ് റജുലുൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഒരിക്കൽ ഈസാ നബി അലൈഹിസ്സലാമിനോട് ഒരാൾ വന്നിട്ട് പറയും, യേശു ഇദ്നി യാ റൂഹ് അല്ലാഹ്, അല്ലാഹു തആല റൂഹായ യേശുവേ എനിക്ക് ഉപദേശം നൽകണം എന്ന് പറഞ്ഞു. ഫഖാലഹു, അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അയാളോട് പറയാണ്, ഇലാ കം യൂഇദു അഹദുക്കും ഫലാ യത്തഇദൂന, എത്ര ഇലാ കം യൂഅദു അഹദുക്കും അല്ല യൂഇദുന്നോ അല്ല യൂഅദു അഹദുക്കും ഫലാ യത്തഇദൂ, നിങ്ങളൊന്നും ഓരോരുത്തരോടും ഉപദേശം നൽകപ്പെടുന്ന കാലങ്ങൾ എത്ര ഉപദേശം നൽകപ്പെട്ടു, ഒരാളും എന്തായിട്ടല്ല ഉപദേശം സ്വീകരിച്ചിട്ടില്ലല്ലോ. എത്രയോ പറഞ്ഞു, കേട്ടിട്ടില്ല. ലഖദ് കല്ലബ്തുൽ വാഇദീന ശതതം വതഅബ, വാഇദീങ്ങളോട് നിങ്ങൾ അകലം പാലിക്കുവാനും വിഷമങ്ങൾ ക്ഷീണിപ്പിക്കുവാൻ മാത്രം നിങ്ങൾ എന്തായി കീർത്തിച്ചു, അതാണ് ഉണ്ടാക്കി തീർത്തു, നിങ്ങൾ ഉപദേശം സ്വീകരിച്ചിട്ടില്ലല്ലോ എന്നാണ്. അതാണ് അവിടെ പറഞ്ഞത്. അപ്പൊ ഉപദേശം സ്വീകരിക്കണം, സാധന്മാരെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ. ഹസൻ ബസരി റഹിമഹുല്ലാഹു തആല ഔസിനി, മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഹസൻ ബസരി തങ്ങളോട് വന്നിട്ട് ഒരാൾ വസിയത്ത് ചോദിച്ചു. ഫഖാല ലഹു, അപ്പോൾ ഹസൻ ബസരി തങ്ങൾ അയാളോട് പറഞ്ഞു, ലാ തദ്നബ്, നീ ഒരിക്കലും തെറ്റ് ചെയ്യരുത്. അങ്ങനെ തെറ്റ് ചെയ്ത് നഫ്സക പിന്നാരി, നീ നിന്റെ ശരീരത്തെ നരകത്തെ കൊണ്ട് ഇടും ചെയ്യാൻ, അങ്ങനെ ആവരുത് എന്നാ. എന്നോടുകൂടെ വാഴനക്ക നിശ്ചയം പാടും നീ, ലൗ റായിത്ത ഹദൻ യുൽഖി ബർഊസൻ പിന്നാരി,
ഇവിടെ വിറക് എത്തിച്ചുകൊണ്ടിരിക്കുമ്പോ തീ നളം അല്ലെങ്കിൽ അടുപ്പ് കൂട്ടിക്കോളും, എന്തായാലും അവിടെ തീയും. ആ തീയിലേക്ക് ചെള്ളു കൊതുകളെ കൊണ്ടുപോയി ആരിടുന്നുണ്ട്, ഒരാളിരുന്ന് കണ്ടു. ഒരാളെ പണിന്താ പാറ്റിനെ പിടിച്ചു കണ്ടോ, അല്ലെങ്കിൽ കൊതുകിനെ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ചെളിനെ പിടിച്ചിട്ടോ കൊണ്ടുപോയിട്ട് എന്താവുക, തീക്കിടുകയാണ്. അങ്ങനെ തീക്കിടുന്ന ഒരാൾ നീ കണ്ടു. നീ കണ്ടപ്പോൾ അങ്കർത്താലേക്ക് എന്നിട്ട് നീ അവന്റെ മേൽ ലിങ്കറി എന്ത് പണി കഴിഞ്ഞ് കാണിച്ചത്, മിണ്ടാ പ്രാണിയെ തീരിട്ട് കരിച്ചേ, ഇതെന്ത് പണിയാ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കും. പക്ഷേ ആ ആക്ഷേപത്തോടുകൂടി നീ മനസ്സിലാക്കേണ്ടത്, നീ തെറ്റ് ചെയ്ത് നരകത്തിലേക്ക് നിന്റെ ശരീരം നീ തന്നെ കൊണ്ടുവരുന്നു, ആ കാര്യം സൂക്ഷിച്ചോ എന്നാണ് ഹസൻ ബസരി തങ്ങൾ അയാൾക്ക് കൊടുത്ത മറുപടി. മതിയല്ലോ. വഅന്ത തുൽഖി നഫ്സക ഫിന്നാരി കുല്ല യൗമിൻ മർറാത്തിൻ കസീറത്ത് എന്നാണ്. അത്തരത്തിൽ നിന്റെ നഫ്സിനെ നീ തീയിലേക്ക് അങ്ങനെ ഇടുകയാണ്, എല്ലാ ദിവസവും പല പ്രാവശ്യം തീയിലേക്ക് കൊണ്ടിടുന്നു. പല തുങ്കിർ അലീഹ, സ്വന്തം നഫ്സിന്റെ വേണ്ടി ഇൻകാർ ചെയ്യുന്നില്ല, തെറ്റങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യം കണ്ട് ഉപദേശിക്കാൻ നടക്കണില്ല, സ്വയം ഉപദേശം സിദ്ധിക്കുന്നില്ല, ശരിയല്ല. അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുല്ലാഹു തആല ഔസിനി, അബ്ദുല്ലാഹിബ്നു മുബാറക് തങ്ങളോട് ഒരാൾ വന്നിട്ട് പറയാൻ എനിക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വഖാലഹു അബ്ദുല്ലാഹിബ്നു മുബാറക് തങ്ങൾ അയാളോട് പറഞ്ഞു, ഊത്തുറുക്ക് ഫുവനദിരി തുവഫിഖുൽ ഖുസൂൻ, എടാ ആവശ്യമില്ല നോട്ടൊക്കെ ഒഴിവാക്കുക, ആവശ്യമുള്ളത് മാത്രം കാണുക, സത്യം മാത്രം കാണുക, അല്ലാത്തൊക്കെ ഒഴിവാക്കിക്കോ, എന്നാ ഭക്തിയിലേക്ക് നിനക്ക് തോഫിക്ക് കിട്ടുന്ന. ഓ തുറുക്ക് ഫുവലി ആവശ്യം മാത്രം സംസാരിക്കുക, വേണ്ടാതെല്ലാ സംസാരം നീ കളഞ്ഞള. എന്നാ തുവഫഖുൽ ഹിക്മത്തി, നിനക്കെന്താവും ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ നല്ല യുക്തികളും നല്ല ചിന്തകളും നല്ല ഉപകാരമുള്ള അറിവുകളും, അത്തരം കാര്യങ്ങളിലേക്ക് നിനക്ക് തോഫിക്ക് കിട്ടും. ഓത്തുറുക്ക് പൂരത്വാമി, ഇനി വേണ്ടത് തന്നെ അത്യാവശ്യം ഭക്ഷണം കഴിക്കുക, വെറുതെ കുറെ കഴിച്ചു കൂട്ടരുത്, ആവശ്യമില്ലാത്തൊക്കെ മാറ്റി വെക്കണം, ആവശ്യം മാത്രം കഴിക്കുക. എന്നാ തുവഫഖുൽ ഇബാദത്തി, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ നല്ല സുഖം ലഭിക്കുന്ന, അങ്ങനെയാണ്. അപ്പൊ ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേണ്ടാത്തൊക്കെ ചെയ്താലേ, വേണ്ടാത്ത സംസാരിച്ചു, വേണ്ടാത്ത നോക്കി കുറേ ഭക്ഷണം കഴിച്ചു, എന്നാ ഇബാദത്ത് ഉണ്ടാവില്ല, ഹിക്മത്ത് ഉണ്ടാവില്ല, ഖുശൂ ഉണ്ടാവില്ല. ഒത്തുറുക്ക് തജസ്സുസാല ഒയൂബിൻ നാസി തുവഫഖുലിൽ ഇത്തിലായല ഒയൂബി നഫ്സിക. എടാ സഹോദര, മറ്റു ജനങ്ങളുടെ സ്വകാര്യത നീ മനസ്സിലാക്കാൻ വേണ്ടി ഇറ വാർത്തു വെക്കുക. അവർ കാണാതെ മതിന്റെ അടുത്തോ അല്ലെങ്കിൽ വീടിന്റെ പുറത്തോ അല്ലെങ്കിൽ മരത്തിന്റെ ചുവട്ടിലോ പോയി നിൽക്കുക, ഇവരെന്ത് പറയുന്നു, ഇവരെന്ത് കാട്ടുന്നു, ഇങ്ങനെ ജനങ്ങളുടെ ന്യൂനതകൾ എന്തെല്ലാം വെളിപ്പെടുത്താനുണ്ടോ അത് വെളിപ്പെടുത്തി കിട്ടുവാൻ വേണ്ടി അവരറിയാതെ രഹസ്യപ്പണി എടുക്കുക, ചാരം പണി, അതിനെടുക്കരുത്. അതെടുത്തിട്ടില്ലെങ്കിൽ നിനക്കെന്താകും, നിന്റെ ശരീരത്തിന് ന്യൂനത എന്താന്ന് വെളിപ്പെടുവാൻ നിനക്ക് തോഫിക്ക് കിട്ടും. അപ്പൊ മറ്റുള്ളവർ ചിന്തിക്കാൻ അവസരമുണ്ടാവില്ല, നിന്റെ സ്വന്തം തെറ്റ് തിരുത്താൻ നിനക്ക് അവസരം ലഭിക്കും. അള്ളാഹുത്തെ ദുവഫഖു, അപ്പൊ ദുവഫഖു ശക്ക്, അങ്ങനെയല്ല. അള്ളാഹുത്താല ദാത്ത്, അള്ള എന്താണ്, അള്ളാന്റെ ശരീരം എന്താണ് എന്നിങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് അതിലങ്ങനെ കിടക്കുക. ആ ദാത്തിനെ കുറിച്ചുള്ള പ്രവേശം ഒഴിവാക്കണം, അത് സംസാരിക്കുക, അത് ഒഴിവാക്കിക്കോ. എന്നാൽ എന്താക്കുന്നറിയാമോ, തൂക്കവൻ നിഫാഖ, എന്നാ പിന്നെ നിനക്ക് സംശയം, കാപ്പറ്റം, ഇതൊക്കെ നിനക്ക് കാക്കപ്പെടുന്നതാണ്, നിനക്ക് കിട്ടൂല. അത് ലഭിക്കണമെങ്കിൽ അള്ളാഹ് ദാത്തിലുള്ള സംസാരം ഉപയോഗിക്കണം. ഇതാണ് ബഹുമാനപ്പെട്ട ഒരു അടിസ്ഥാനപരമായുള്ള ഉപദേശങ്ങൾ കൊടുത്തു. ഇത് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. മുഹമ്മദ് ബിൻ സീരീൻ റഹ്മഹുല്ലാഹു തആല ഔസിനീന, വേറെ ഒരാൾ വന്നിട്ട് മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളെ കണ്ടപ്പോ വസിയത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടു. വഖാല, അപ്പൊ മുമ്പ് പറഞ്ഞെടുത്ത എന്താ, ലാ തഅസ്ദ അദൻ, ഇത് ഒരാളോട് അസൂയ വെക്കണ്ട കേട്ടോ, ഒരു കുട്ടിയോട് അസൂയ വെക്കണ്ട. കാരണം എന്താ, ഫൈനു ഇൻകാന മിൻ അഹ്ലിന്നാരി, നീ അസൂയ വെക്കപ്പെടുന്ന ആള് നരകത്തിൽപ്പെട്ട ആളാണെങ്കിൽ കൈവ തഅസ്ദു, അയാൾ നീ എങ്ങനെ അസൂയ വെക്കുക, അലാ ദുന്യാ പാനീയത്തിൻ, നശിച്ചുകൊണ്ടിരിക്കുന്ന ദുന്യാവിന്റെ മേൽ അയാൾ അസൂയ വെച്ചിട്ട് വലിയ കാര്യമുണ്ടോ. സയസ്യൂർ ബായതായിരന്നാരി, ഈ ദുനിയാവ് കഴിഞ്ഞാൽ പിന്നെ അത് നരകത്തിക്ക. അപ്പൊ നരകാവകാശിയോടാണ് നിന്റെ അസൂയ, ഒരു ഉപകാരമല്ല. അപ്പൊ ആ പോയി. ഇനി വൈകാലമിൻ അഹ്ലുൽ ജന്നത്തി, സ്വർഗത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ് ഇയാളെങ്കിൽ ഞാൻ പിന്നെ 10 രൂപ അമാലിക, സ്വർഗത്തിൽ അയാൾ ചെയ്യുന്ന അമൽ എന്തൊക്കെയാണോ ആമലും നീ തുടർന്നളാ. വഹബിത്തു അലീക, അയാൾ ചെയ്യുന്ന സൽക്കർമ്മത്തിന്റെ മേലിൽ ലാഭിക്കാനും അതെടുക്കാനും നീ കൊതിച്ചളാ. ഫൈനദാലിക്കാവുലാമിൻ അസ്ദിഖാലഹു അലദ്ദുനിയ, നീ അവനോട് ദുന്യാവിന്റെ കാര്യത്തിന്റെ, ദുന്യാവ് കിട്ടി സുഖം കിട്ടിയപ്പോ അതിന്റെ മേൽ അസൂയ വെക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്
ആഖിറത്തിലേക്ക് ഇയാൾ ചെയ്യുന്ന കാര്യം നോക്കി അതേപോലെ ആകാനും അയാളുടെ ആ സൽക്കർമ്മം കിട്ടാൻ നീ കൊതിക്കാണ്. അതിന് അസൂയ കുഴപ്പമില്ല, അല്ലാത്ത അസൂയ ശരിയല്ല എന്ന് ഉപദേശം. ഹസൻ ബസരി തങ്ങളോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു എനിക്ക് ഒരു ഉപദേശം നൽകണം എന്നാണ്. അപ്പൊ ഹസൻ ബസരി തങ്ങൾ ഉപദേശം കൊടുത്തു. എന്തോ ഒരു സംസാരം, നല്ല തെളിഞ്ഞ സംസാരം, നല്ല മധുരമൂറുന്ന വാക്കുകൾ, അതുപോലെ എല്ലാം അറിയുന്ന ഹൃദയങ്ങൾ, അതുപോലെ കർമ്മങ്ങളിനെതിരാണ്. ഇങ്ങനെ വരുന്നവർ വല്ലാത്തൊരു അത്ഭുതമുണ്ട്. കർമ്മങ്ങളൊക്കെ എതിരാണ്, ഹൃദയൊക്കെ നല്ല മാരിപത്തുണ്ട്, നാക്കാൻ നല്ല വടിവത്ത സംസാരം, നല്ല തിളക്കമുള്ള സംസാരം. ഇത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഇതാണ് ഇപ്പൊ അവിടെ വേണമെന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, കർമ്മൊക്കെ വേണമെന്ന് അർത്ഥം. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറയുന്നു, നിങ്ങൾ എനിക്ക് വസിയത്ത് തരണം. അയാൾക്ക് അബൂദർദാ തങ്ങൾ വസിയത്ത് ചെയ്ത് കൊടുക്കുകയാണ്. എന്ത്? നീ എന്താണ് ഒരു ദിവസത്തെ പറ്റി ഓർത്തള. എങ്ങനത്തെ ദിവസം? നിന്റെ സർവ്വരഹസ്യവും പരസ്യമായിട്ട് വരും. നീ എന്ത് രഹസ്യമാക്കി വെച്ചാലും അതൊക്കെ പരസ്യത്തിന് വരും. അങ്ങനെയുള്ളൊരു ദിനമുണ്ട്, അഥവാ അന്ത്യനാൾ. അതിന് പേടിച്ചോ എന്നർത്ഥം. സുഫിയാൻ എന്നവരോട് ഒരാൾ വന്നിട്ട് പറയുന്നു, നിങ്ങൾ എനിക്ക് വസിയത്ത് തരണം. വഖാലു, അപ്പോൾ സുഫിയാൻ എന്നവര് അയാൾക്ക് വസിയത്ത് കൊടുക്കുകയാണ്. എന്ത്? ഇയ്യാക അൻ തതകബ്ബറ ഔ തൗകുല ശൈഅൻ മിൻ അംവാലിന്നാസി ബിഗൈരി ഹഖ്. നീ അഹങ്കാരിയാവൽ ശ്രദ്ധിച്ചോ, നീ അഹങ്കാരിയാവരുത്. അല്ലെങ്കിൽ ജനങ്ങളുടെ സമ്പത്തിൽ നിന്ന് യാതൊരു ബാധ്യതയും കടമയൊന്നുമില്ലാതെ അവർക്ക് ഇഷ്ടമില്ല വല്ലതും തിന്നുപോവുക, അതും ശ്രദ്ധിച്ചളാ. ഇതൊക്കെ അപകടമാണ്. ഫൈന്ന മന്ദബക്കറാരന്നാസി, ജനങ്ങളുടെ മേൽ അഹങ്കരിച്ച് നടക്കുന്നവൻ എല്ലാം നിസ്സാരക്കാരനായി മാറി. ഒമനിർത്തനം അംവാരന്നാസി ഇഫ്തഖറ, ജനങ്ങളെ സമ്പത്ത് കൊള്ളയടിച്ച് കൈക്കലാക്കിയാൽ അവൻ സാധുവായി മാറും, ഒന്നും ഉണ്ടാവൂല അവസാനം. ഇതിന് ശ്രദ്ധിച്ചളാ. വഖദ് സമിഅൽ ഹസനു അൽ ബസരി റഹിമഹുല്ലാഹു തആല മറത്തൻ യഖൂൽ റജുലൻ, ഒരിക്കൽ ഒരാളെ മഹാനായ ഹസൻ ബസരി തങ്ങൾ കേൾക്കുകയാണ്. എന്താണ് അയാൾ പറഞ്ഞറിയോ? യഖൂലു അൽ മർഉ മൻ അഹബ്ബാ, ഒരു മനുഷ്യൻ ആരിഷ്ടം വെച്ചോ ആ ഇഷ്ടം വെച്ച ആള് കൂടെയായിരിക്കും മനുഷ്യൻ എന്ന് പറയുന്ന വാക്കാണ് മഹാനവർകൾ ഒരിക്കൽ കേട്ടത്. അപ്പെന്താ? അപ്പോൾ ഹസൻ ബസരി തങ്ങൾ അവരുടെ മറുപടി, അതായത് അയാളോട് പറയാണ്, ലാ യഗുറന്നക യാ അഖി ഹാദൽ ഖൗൽ, എന്റെ സഹോദര, നീ പറഞ്ഞ വാക്കുണ്ടല്ലോ അൽ മർഉ മഅ മൻ അഹബ്ബ, ആ വാക്ക് നിന്നെ ചതിക്കാതിരിക്കട്ടെ എന്നാണ്. കാരണം എന്താ? നമ്മളൊക്കെ എന്ന് പറയാറുണ്ട്, ആരെയും ഇഷ്ടം വെച്ചാൽ ആറ് കൂടെ ഇഷ്ടം വെച്ച് ഓരോ കൂടെ എന്ന് പറയും. അതിന്റെ അർത്ഥം നാം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ടവർ വെറുതെ അല്ല ചതിയിലകപ്പെട്ടെന്ന് പറഞ്ഞത്. നീ എന്തായിട്ടില്ല, നല്ല ആളുകളുമായി ഒരിക്കലും ചേർന്നിട്ടില്ല, ഒരിക്കലും ചേരൂല. എങ്ങനെയല്ലാതെ? ഇല്ല ഇൻ അമിൽ തബി മിസ്ലി അഅ്മാലിഹിം, അവർ ചെയ്ത കർമ്മങ്ങൾ എന്തുണ്ടോ അതുപോലെ ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നല്ലവരുമായി കൂടാൻ നിനക്ക് കഴിയുള്ളൂ, അല്ലെങ്കിൽ കഴിയൂല. കാരണം വഇന്നൽ യഹൂദ വന്നസാറ, ക്രിസ്ത്യന്മാരും ജൂതന്മാരും ഒക്കെ യുഹിബ്ബൂന അംബിയാഹും, അവർക്ക് വന്ന അംബിയാക്കൾക്ക് ഇഷ്ടം വെച്ചവരായിരുന്നു. പക്ഷേ വലൈസുമാഹുൽ ജന്നത്തി, അവരാരും സ്വർഗത്തിൽ ഈ പ്രവാചകന്മാരെ കൂടെ ഇല്ല. എന്തേ കാരണം? ഈ തഖല്ലുബിയും അൻഹുൽ അഅ്മാൽ, പ്രവാചകന്മാർ ചെയ്ത കർമ്മങ്ങളിൽ അവരെന്തായി? ഈ ജൂതന്മാരും ക്രിസ്ത്യനും അകന്നുപോയി. അപ്പൊ മുഖാലബത്തിയും ലഹും, അംബിയാക്കളോട് ഇവർ എതിരായി. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇഷ്ടപ്പെട്ടവരുടെ കൂടെയാണ് മനുഷ്യൻ പറഞ്ഞാൽ ശരിയല്ല, ഇത് ചിന്തിക്കണം. അവർ ചെയ്യുന്ന അമലുകൾ ചെയ്തെങ്കിലേ ഇഷ്ടപ്പെട്ട ആൾക്കാർ കൂടെ ആകും, അല്ലെങ്കിൽ ഇല്ല. വെറും ഇഷ്ടം കൊണ്ടായില്ല, കർമ്മം കൂടി വേണം. സുമ്മക്കാല, പിന്നീട് ഹസൻ ബസരി തങ്ങൾ പറയാണ്, വാ അജബൻ മിൻ ഖൗമിൻ ഉമിറു ബിസ്സാദ് വനൂദു ബിർറഹീലി വഹും ജുലൂസുൻ യദ്ഹഖൂന. വല്ലാത്തൊരു അത്ഭുതം ഒരു വിഭാഗത്തിനെ കാണുമ്പോൾ. ഉമിറു ബിസ്സാദ്, ഭക്ഷണം കൊണ്ടുവരണമെന്ന് അവിടെ ആജ്ഞാപിക്കപ്പെട്ടിട്ടുണ്ട്. വനൂദു ബിർറഹീലി, യാത്ര പോകണമെന്ന് അവരോട് വിളിച്ചറിയിക്കപ്പെട്ടിട്ടുമുണ്ട്. യത്തത്തിൽ വഹും ജുലൂസുൻ യദ്ഹഖൂന, അവരവിടെ പൊട്ടിച്ചെറിച്ച് കളിച്ചിരിക്കുക. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അന്ത്യനാളിലേക്കുള്ള ഭക്ഷണം ഒരുക്കിക്കോളൂ,
അന്ത്യനാളിലേക്കുള്ള യാത്ര അടുത്തിരിക്കുന്ന വിളിച്ചു പറഞ്ഞത്. ഈ കാര്യമൊന്നും ശ്രദ്ധിക്കാതെ ഇവിടെ ആഹ്ലാദിച്ച് പൊട്ടിച്ചെറിച്ച് ജീവിച്ചിരിക്കുകയാണ് ഒരു നാൾ. ഇത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഒരു മനുഷ്യന്റെ പകലുകൾ അവന്റെ വാഹനമായി മാറുകയാണെങ്കിൽ ആ വാഹനം അവനും കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കും. പക്ഷെ അവൻ അറിയുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അറിയാതെ ചിരിച്ചും കളിച്ചും ഉല്ലസിച്ചും ജീവിക്കുന്നു. പകലുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവനെ വാഹനം കൈ കൊണ്ടുപോകുന്നു. അവസാന നിമിഷത്തിലേക്ക് എത്തി. ഒന്നും ഉണ്ടായതുമില്ല കയ്യിൽ. ഈ ഒരു അപകടം വരും. ഈ അപകടം വരാതിരിക്കുവാൻ വേണ്ടിക്കൊണ്ടാണ് സൽക്രമങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞത്. മഹാനവറുകൾ തന്റെ ശിഷ്യന്മാരോട് ആജ്ഞാപിക്കുമായിരുന്നു. എന്തുകൊണ്ട്? മരണത്തിന് വേണ്ടി എല്ലാ സന്ദർഭത്തിലും ഒരുങ്ങണം. എപ്പോഴും മരിക്കാം, എന്നും സംഭവിക്കാം, ഏത് മിനിറ്റിലും വരാം. അതുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ എന്നിങ്ങനെ കൽപ്പിക്കുമായിരുന്നു. എന്നിട്ട് മഹാൻ പറയുന്നു, നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരാള് ഒരു 50 വർഷക്കാലത്തോളമായി ചിലപ്പോ മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരുക്കം ശരിയായിട്ടില്ല. ദുനിയാവിൽ സായിദായി പ്രപഞ്ചത്യാഗിയായി എല്ലാം വെടിഞ്ഞ് അള്ളാഹുവിലേക്കുള്ള ഇഷ്ടക്കാരായി ആര് ജീവിക്കുന്നുവോ അവർക്ക് മാത്രമേ ഈ മരണത്തിന് വേണ്ട ഒരുക്കങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവർക്ക് ശരിയാകൂല. ഏതുപോലെയൊക്കെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ 2ാം ഖലീഫയായ, സത്യത്തിന്റെ പ്രതീകമായ, എല്ലാവരും പേടിപ്പിക്കുന്ന രീതിയിൽ ഭരണം നടത്തിയ, ലോകം അംഗീകരിച്ച ഭരണകർത്താവ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ എന്തായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു? വഇന്നഹു കാന യഖൂലുൽ മൗതി, എല്ലാ ദിവസവും മരണത്തോട് പറയും. എന്ത് പറയാ? മരണം ഉണ്ടാവുമല്ലോ. ഈ മരണത്തിനോട് പറയുമെന്ത്? കുൽ സ്വബാഹം വമസാ, രാവിലെയും വൈകുന്നേരം അങ്ങനെ തിന്നോ. യാ മലക്കൽ മൗത്ത്, മലക്കൽ മൗത്ത് കുദിനി, നിങ്ങൾ എന്നെ പിടിക്കണം. ഈ അയ്യവക്കത്തിൻ ശേത്താ, നിങ്ങൾ എപ്പോഴാണ് എന്നെ പിടിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്നെ പിടിച്ചോളൂ എന്നാണ് മഹാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ മരണത്തെ കുറിച്ച് രാവിലെയും പ്രഭാസമയത്തും എല്ലാം മഹാൻ ഓർത്തുകൊണ്ടിരുന്നു. രാവിലെയും പകലിനെയും തിന്നാനും കൽപ്പിച്ചു മരണത്തോട്. പക്ഷേ അസ്രായിൽ വന്നിട്ട് എപ്പോഴാ പിടിച്ചോട്ടെ എന്നുള്ളതായി. ഇതാണ് അവരുടെ ചിന്ത. നമ്മളീ പറഞ്ഞ ഈ സ്വഭാവ ഗുണങ്ങൾ എണ്ണെടുക്കുവാൻ ഈ മഹാരഥന്മാർക്ക് തെളിവുണ്ട്. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അത് മുത്തുനബിയുടെ മൊഴികളാണ്. നമ്മളെല്ലാവരും സദാസമയം വഴന്നു പറയുന്നതുമാണ്. ഹംസൻ ഖബല ഹംസൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ ലാഭിച്ചോ, മുതലെടുത്തോ, അത് മുതലാക്കിക്കോ എന്നർത്ഥം. 1, ഷബാബക ഖബല ഹറമിക്ക, നീ വയസ്സനായി പറ്റ തുമ്പില്ലാതെ ലൈഫായി മാറും. ആരോഗ്യമില്ലാത്തവൻ അല്ല വയസ്സനായി പോകും. അങ്ങനെ വയസ്സനായി പോകുന്നതിന് മുമ്പ് നിന്റെ യുവത്വം നീ മുതലെടുക്കണം. സിക്കത്ത കബല സത്തമിക്ക, നീ രോഗിയാകും. രോഗിയാകുന്നതിന് മുമ്പ് നിന്റെ അധികാരം നിന്റെ ആരോഗ്യം അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കും. അപ്പൊ ആരോഗ്യ സമയം നല്ലോണം ഇബാദത്ത് ചെയ്യണം. ചെറുപ്പകാലം നല്ലോണം ഇബാദത്ത് ചെയ്യണം. കബല ഫഖരിക്ക, നീ ദരിദ്രനായി വരുന്നൊരു ദിനമുണ്ട് മഹ്ശറിൽ. അതിനൊരു ധനാട്ടിനാകും നോക്കിക്കോ. അപ്പൊ അവിടേക്കുള്ള സമ്പത്തോടെ ഉണ്ടാക്കി വെച്ചതാണ്. ഫറാഖ കബല സുഖരിക്ക, നിനക്ക് ജോലിയാവേണ്ട ഒരു ഘട്ടം വരുന്നുണ്ട്. ആ മഹ്ശറിൽ തന്നെ അതുള്ളത്. ആ ജോലിയാകുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയമൊക്കെ നീ ലാഭിച്ചെടുത്തോളാം. നിനക്ക് ഇവിടെ നല്ല ജോലികൾ വരും. ഇപ്പൊ ഒഴിവുണ്ടെങ്കിൽ ആ ഒഴിവ് സമയം കളിക്കാനോ രസിക്കാനുള്ളതല്ല, വിഭാഗത്തിലുള്ളതാണ്. അപ്പൊ ഹയാത്തൊക്കെ കബില മൗത്തിക, നീ മരിക്കും. മരിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ജീവമുണ്ട്. ആ ജീവൻ അല്ലാഹു തആല പൊരുത്തത്തിനായി ചെലവഴിച്ചു. അപ്പോ യുവത്വം, ആരോഗ്യം, ഐശ്വര്യം, ഒഴിവ് സമയം, ജീവിതം, ഇതൊക്കെ ഇതിനാവും നടക്കേണ്ടതാണ്. ഇതൊക്കെ ലാഭിക്കേണ്ടതുണ്ട്. വാർദ്ധക്യത്തിന്റെ മുമ്പായിരിക്കണം, രോഗത്തിന്റെ മുമ്പ്, ദരിദ്രനാകുന്നതിന് മുമ്പ്, ജോലിയാകുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ്. ഇതാണ് ചെയ്യേണ്ടത്. ഇതാണ് തെളിവ്. അതുകൊണ്ടാണ് ഈ ഒരുക്കങ്ങളും ഈ സ്വഭാവങ്ങളും അവർ നേടിയെടുത്തത്. ഫഅലന്ദാലികയാഹി, എന്റെ സഹോദര, നീ ഓർത്തു നോക്ക്, നീ അറിഞ്ഞോ. അന്തബീരിന്റെ നഫ്സിക, നിന്റെ ശരീരക്ക് നീ ഉടര്. നിന്റെ ശരീരം അങ്ങനെയാണോ അല്ലേ? വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിന്റെ സ്തോത്രം മുഴുവനും. ഇതാണ് ഈ മഹാരഥന്മാരുടെ സ്വഭാവമെങ്കിൽ ഇനി അവർക്കുള്ള മറ്റു സ്വഭാവം എന്ത്? നാളെ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്.